തൊഴുത് വലത്ത് നിറഞ്ഞിടത്തേക്കാൾ തൂക്കിയെടുത്തോളുക അമർന്ന് മുട്ടൂനി കുമ്പിട്ട് നിവർന്ന് തൂക്കിയെടുത്തോളുക അമർന്ന് തിരിഞ്ഞോളൂ വലത്ത് നിറഞ്ഞിടത്തേക്കാൾ തൂക്കിയെടുത്തോളുക അമർന്ന് വലത്ത് നിറഞ്ഞിടത്തേക്കാൾ തൂക്കിയെടുത്തോളുക അമർന്ന് മുട്ടൂനി കുമ്പിട്ട് തൂക്കിയെടുത്തോളുക അമർന്ന് വലവളി വലത്ത് നിറഞ്ഞിടത്തേക്കാൾ തൂക്കിയെടുത്തോളുക അമർന്ന് ഇടത്ത് കിടന്ന് കിട്ടി നോക്കി വലത്ത് കഴിഞ്ഞു മാറി വലത്ത് നിറഞ്ഞിടത്തേക്കാൾ തൂക്കിയെടുത്തോളുക അമർന്ന് ഇടത്തേക്കാൾ കയറ്റി വെച്ച് കൈ തൊട്ടു നീക്കി ചവിട്ടി വലത്തേക്കാൾ തൂക്കിയെടുത്തേക്കാം മടക്കി താഴ്ത്തി കയറ്റി മുമ്പിൽ വെച്ച് കൈ തൊഴുതു കൈത്തണ്ട നേർ മടക്കി തൊഴുത് അമർ വലത്തേക്കാലിൻ്റെ മുട്ടുകുത്തി ഒന്ന് അമർന്ന് നേർ ഇങ്ങോട്ട് എഴുന്നേറ്റ് വീണ്ടും വലത്തെ കൈ കൊണ്ട് ചെയ്തോട്ട് ഇടത്തേക്കാലിൻ്റെ ഉള്ളോട്ട് താഴ്ത്തി തൊഴുത് കൈത്തണ്ട നേർ മടക്കി തൊഴുത് അമർ ഇങ്ങോട്ട് എഴുന്നേറ്റ് വലത്തെ കൈ തലക്ക് മേലെ ഇടത്തെ കൈ മാറുന്ന നേരെ ഇടത്തേക്കാലെടുത്ത് ചവിട്ടി മലർന്ന് തിരികെ കാലം വെച്ച് വരെ തൊഴുത് മടക്കി താഴ്ത്തി കയറ്റി വെച്ച് കൈ തൊഴുത് കൈത്തണ്ട നേർ മടക്കി തൊഴുത് അമർ കൈയുടെ നിലത്ത് കുത്തി വലത്തേക്കാലിൻ്റെ മുട്ട് കുത്തി അമർ നേർ വീണ്ടും വലത്തെ കൈ കൊണ്ട് ചെയ്തിട്ട് ഇടത്തേക്കാലിൻ്റെ വെള്ളം താഴ്ത്തി വെച്ച് തൊഴുത് തണ്ട നേർ മടക്കി തൊഴുത് അമർ നേരത്തെ ചെയ്ത പോലെ തന്നെ നിവർന്ന് ഇടത്തേക്കാൽ ചവിട്ടി മലർന്ന് തിരി തൊഴുത് താഴ്ത്തി വെച്ച് തൊഴുത് തണ്ട നേർത്ത് മടക്കി തൊഴുത് അമർ കൈ മുമ്പോട്ട് നേർത്ത് സൈഡിലേക്ക് കൂടി എടുക്കുക കാല് പൊന്തി ചവിട്ടി മലർന്ന് തിരി മാറി തൊഴുത് മുട്ടൊടി മുമ്പത്തെ കാലം മുട്ടൊടി നീക്കി ചവിട്ടി വലത്തേക്കാൽ തൂക്കിയെടുത്തേക്കാൽ മടക്കി താഴ്ത്തി തൊഴുത് തണ്ട നേർക്ക് മടക്കി തൊഴുത് അമർ തൊട്ട് കളിച്ച് പൂത്തറ വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ തിരിച്ച് ഇടത്ത് നേരെ തിരിച്ച് വലത്ത് നേരെ തിരിച്ച് ഇടത്ത് നേരെ തിരിച്ച് വലത്ത് നേരെ തിരിച്ച് ഇത് കാരി എടുത്ത് വീത് കാരി വലത്ത് വീത് കാരി എടുത്ത് വീത് കാരി വലത്ത് വീത് കാരി എടുത്ത് വീത് കാരി വലത്ത് വീത് വലത്തതാങ്കാൽ കയറി എടുത്തതാങ്കാൽ കയറി വലത്തതാങ്കാൽ കയറി എടുത്തതാങ്കാൽ കയറി വലത്തതാങ്കാൽ കയറി എടുത്തതാങ്കാൽ കയറി വലത്തതാങ്കാൽ കയറി എടുത്ത കയറി എടുത്ത് കയറി എടുത്ത കയറി എടുത്ത് കയറി എടുത്തവരെ വലത്ത് തിരിഞ്ഞി ഇടത്ത് നേരെ എടുത്ത് തിരിഞ്ഞി വലത്ത് നേരെ ഇടത്ത് നേരെ എടുത്ത് തിരിഞ്ഞി വലത്ത് നേരെ ഇടത്ത് നേരെ എടുത്ത് തിരിഞ്ഞി വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ വലത്ത് തിരിഞ്ഞി ഇടത്ത് നേരെ വലത്ത് നേരെ ഇടത്ത് നേരെ എടുത്ത് തിരിഞ്ഞി മതി വലത്ത് തൂക്കി ഇടത്ത് തൂക്കി വലത്ത് തൂക്കി ഇടത്ത് തൂക്കി വലത്ത് തൂക്കി മതി നിവർന്ന് വലത്ത് നേരെ തിരുത്തി നിവർന്ന് വലത്ത് നേരെ തിരുത്തി നിവർന്ന് ഇടത്ത് നേരെ തിരുത്തി തിരുത്തി നിവർന്ന് വലത്ത് നേരെ തിരുത്തി ഇടത്ത് നേരെ തിരുത്തി ഇടത്ത് നേരെ തിരുത്തി നിവർന്ന് വലത്ത് നേരെ തിരുത്തി ഓക്കെ വലത്ത് നേരെ തിരുത്തി നിവർന്ന് ഇടത്ത് നേരെ തിരുത്തി നിവർന്ന് വലത്ത് നേരെ തിരുത്തി നിവർന്ന് ഇടത്ത് നേരെ തിരുത്തി നിവർന്ന് വലത്ത് നേരെ തിരുത്തി മാറി എടുത്ത് കൂട്ടി വാങ്ങി അമർ അമർശൽ എടുത്ത് വെച്ച് വലത്തോണ്ട് ചവിട്ടി മാറി എടുത്ത് നോക്കി ചാടി കെട്ടി ചവിട്ടി അമർ നിവർന്ന് വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ അമർ ഇടത്ത് നേരെ വലത്ത് നേരെ അമർ നിവർ തൊഴുത് അമർ അമർശൽ എടുത്ത് വെച്ച് വലത്തോണ്ട് ചവിട്ടി ചാടി കെട്ടി ചവിട്ടി വരിഞ്ഞ അമർ നിവർന്ന് കൈക്ക് മലർന്ന് നോക്കി അമർ ചെറുത്ത് കയറി ചവിട്ടി വൈവാങ്ങി പൊങ്ങി ഒപ്പം വലത്ത് നേരെ തിരിച്ച് ഇടത്ത് നേരെ തിരിച്ച് വലത്ത് നേരെ തട്ടി തിരിഞ്ഞോട്ട് വിളിഞ്ഞ അമർ മാറി അമർ നിവർ എടുത്ത് നോക്കി ചാടി കെട്ടി ചവിട്ടി വരിഞ്ഞ അമർ നിവർ വലത്ത് നേരെ തിരിച്ച് ഇടത്ത് നേരെ തിരിച്ച് വലത്ത് നേരെ തട്ടി തിരിഞ്ഞോട്ട് വിളിഞ്ഞ അമർ മാറി അമർ എടുത്ത് നോക്കി ചാടി കെട്ടി ചവിട്ടി വരിഞ്ഞ അമർ നിവർന്ന് കൈക്ക് മലർന്ന് നോക്കി അമർന്ന് തിരുത്ത് കയറി ചവിട്ടി വൈവാങ്ങി പൊങ്ങി
എടുത്ത് നോക്കി ചാടി കെട്ടി ചവിട്ടി വലിഞ്ഞ് അമർ നിവർന്ന് തൂക്കുകയാണ് വലത്തെ തൂക്കി ഇടത്തെ തൂക്കി വലത്തെ തൂക്കി എടുത്ത് തൊഴുത് മലർ തിരിഞ്ഞു ഒത്തരിയിൽ വെച്ചമ്മ നിവർ എടുത്ത് നോക്കി ചാടി കെട്ടി ചവിട്ടി വലിഞ്ഞ് അമർ നിവർ വലത്തെ തൂക്കി ഇടത്തെ തൂക്കി വലത്തെ തൂക്കി എടുത്ത് തൊഴുത് മലർ തിരിഞ്ഞു ഒത്തരിയിൽ വെച്ചമ്മ നിവർ എടുത്ത് നോക്കി ചാടി കെട്ടി ചവിട്ടി വലിഞ്ഞ് അമർ നിവർന്ന് കൈക്ക് മലർ നോക്കി അമർ തെരുത്ത് കയറി ചവിട്ടി തൂക്കിയെടുത്തെടുത്ത് വെച്ച് വലിഞ്ഞ് അമർ തിരിഞ്ഞ് തൂക്കിയെടുത്ത് തൊഴുതമർ അടുത്ത മാറി അടുത്തത് കൂട്ടി വാങ്ങി വെച്ച് അമർ അമർസിലെടുത്ത് വെച്ച് വലത്തോട്ട് ചവിട്ടി വലത്തവിനോട്ട് മാറി എടുത്ത് നോക്കി ചാടി കഴിച്ചോട്ട് അമർ ഇടത്ത് നേരെ വലത്തെടുത്തിട്ട് അമർ come up here adjust the line ചാടി കടിച്ചോട്ട് അമർ വലത്ത് നേരെ ഇടത്ത് നേരെ വലത്തെടുത്തിട്ട് അമർ ജമ്പ് അമർസിലെടുത്ത് വെച്ച് വലത്തോട്ട് വലത്തെ മാറി എടുത്തേക്കാണ് അമർ അമർസിലെടുത്ത് വെച്ച് വലത്തോട്ട് വലത്തെ മാറി എടുത്ത് നോക്കി ചാടി പേരാതി നാല് വലത്തെടുത്തി നടന്നെടുത്തി വലത്തെടുത്തി വലത്ത് നേരെ ഇടത്ത് നേരെ വലത്തെത്തി അമർ കൈതാക്കി രണ്ടേ വലത്തെടുത്തി തിരിച്ചിരുത്തി തിരിച്ചിരുത്തി ഇടത്ത് നേരെ തിരുത്തി തിരിച്ചിരുത്തി തിരിച്ചിരുത്തി നേർന്ന് വലത്ത് നേരെ തിരുത്തി തിരിച്ചിരുത്തി തിരിച്ചിരുത്തി നേർന്ന് വലത്ത് നേരെ തിരിച്ച് ഇടത്ത് നേരെ തിരിച്ച് വലത്ത് നേരെ തിരിഞ്ഞോട്ട് അമർ മാറി അമർ എടുത്തു ചാടി കടിച്ചോട്ട് അമർ കൈക്ക് മാറി നോക്കി അമർ തെറ്റ് കയറി ചോട്ട് പോയി വൈകാതെ തിരിഞ്ഞടിച്ചാൽ ഞെത്തി തിരിച്ചിരുത്തി തിരിച്ചിരുത്തി വെളിഞ്ഞമാർ അട കച്ചവടം അടുത്ത ചെയ്തു കാലി തിരിച്ച് അടുത്ത കാലത്ത് കഴിക്കുന്നത് ചെയ്ത് 2 പ്രാവശ്യം അടുത്ത കാലി കഴിക്കുന്നത് ചെയ്ത് 2 പ്രാവശ്യം തൊഴിൽ തേക്കുത്തി അടുത്ത സ്ട്രൈറ്റ് പൊങ്ങി മാറി എടുത്തു ചാടി കടിച്ചോട്ട് മടക്കി താഴ്ത്തി നിറഞ്ഞിട്ട് കയറ്റി വെച്ച് കൈ കൈക്കണ്ടെന്ന് മടക്കിട്ട് അമർ കൈ നിന്ന് തൂക്കി കറ്റേക്കാത്ത തൂക്കി അമർന്ന് എഴുന്നേറ്റ് വീണ്ടും തൂക്കി മടക്കി താഴ്ത്തി കയറ്റി കൊണ്ട് കൈക്കണ്ടെന്ന് മടക്കിട്ട് അമർ കൈരണ്ട് തൂക്കി കറ്റേക്കാത്ത തൂക്കി അമർന്ന് എഴുന്നേറ്റ് വീണ്ടും മടക്കി ചെയ്തിട്ടേക്കാളുള്ള മടക്കി താഴ്ത്തി കാറ്റി വെച്ച് തൊഴുത് പറയുന്ന മാത്രം ചെയ്യുക കൈക്കണ്ട നേർ മടക്കി തൊഴുത് അമർ എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത കാലി ചവിട്ടി തലക്ക് മേലെ കൈ വെച്ച് തിരിഞ്ഞ് കാലി വെച്ച് കൈ തൊഴുത് വീണ്ടും അത് തന്നെയാണ് ചെയ്യുന്നത് നീക്കി ചവിട്ടി വട്ടേക്കാ
വലത്തെ കൈ കൊണ്ട് ചെയ്തിട്ട് ഇടത്തെ കാലിന്റെ വളവ് മടക്കി താഴ്ത്തി കൈക്ക് ഉപയോഗിച്ച് കൈ തൊഴുത് കൈത്തണ്ട നേർ മടക്കി തൊഴുത് അമർ കൈ രണ്ട് നിരത്തി വെച്ച് വലത്തെ കാലിന് മുട്ട് കുത്തി അമർന്ന് വീണ്ടും വലത്തെ കൈ കൊണ്ട് ചെയ്തിട്ട് ഇടത്തെ കാലിന്റെ വളവ് മടക്കി താഴ്ത്തി കാഴ്ച വെച്ച് കൈ തൊഴുത് കണ്ട നേർക്ക് മടക്കി തൊഴുത് അമർന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇടത്തെ കാല് ചവിട്ടി തലക്ക് മേലെ കൈ വെച്ച് മലർന്ന് തിരിഞ്ഞ് കാലം കൊണ്ട് വെച്ച് കൊണ്ട് മാറ്റി ഒരു പ്രാവശ്യം കൂടി അത് തന്നെ ചെയ്യണം നീക്കി ചവിട്ടി വട്ടേക്കാൾ തൂക്കി വട്ടേക്കാൾ കാൽ പിടിച്ച് അമർ കൈ മുമ്പോട്ട് നിർത്ത് ഇങ്ങനെ എടുക്കുക ഇടത്തെ കാലത്ത് കാറ്റ് ചവിട്ടി വീണ്ടും കൈ ബാക്കിലേക്ക് എടുക്കുക വലത്തെ കാലത്ത് കാറ്റ് ചവിട്ടി എങ്ങനെ വലത്തെ കൈ കലക്ക് മേലെ ഇടത്തെ കാലം മാറി വലത്തെ കാലം മാറി തിരികെ കൈ ഇങ്ങനെ വെക്കില്ല ഇടത്തെ കാലം കായറ്റി ചവിട്ടി കൈ കൂട്ടി തൊഴുത് മലർന്ന് തിരിഞ്ഞു മാറി മാറി കൈ തൊഴുത് നീക്കി ചവിട്ടി വട്ടേക്കാൾ തൂക്കി വട്ടേക്കാൾ കാൽ വീട്ടി തൊഴുത് തട്ടം മാറ്റി തൊഴുത് അമർ അതിഭാഷ Okay. Three. Come. One. Left, one. Come. Two. One back. Come two. Stay there. Turn. Just turn. Come two. Come two. Back to three. Come two. Back three. Come two. One back. Come two. Back to three. One back. Yeah, finishing it. Okay. Back, come seven, go back, seven, come attack, touch, back, come seven, come forward, back, seven, touch, listen back, go down, yeah. Go back, east. Seven, come. Attack. Touch. One step back and one more on. Yeah, come. Back. Come seven. Attack. Touch. Back, fencing move. Fencing move. Come, seven. Then finish. Okay.
അതെന്താ എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്. ഈ കളരി നടത്തുന്നത് ഞാനാണ്. ഈ കളരീൻ്റെ പേര് MKG കളരി സംഘം എന്നാണ്. കളരിപ്പയറ്റ് നടത്തുന്ന കാലമാണിപ്പോൾ. ഈ കർക്കിടക മാസമാണ് എല്ലാ സ്ഥലങ്ങളിലും കളരികൾ കെട്ടി പുതുതായിട്ട് പരിശീലനം ആരംഭിക്കുന്നത്. അതുപോലെ ഞാൻ ഈ വർഷം ഈ മാസം മുതൽ കളരിപ്പയറ്റ് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്. ഈ കളരിപ്പയറ്റ് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഗുണം ലഭിക്കുന്നതെന്ന് വെച്ചാൽ ഏതാനും ചെറിയ ഭാഗം ഞാനിവിടെ പറയാം. കളരിപ്പയറ്റ് ഒരു മനുഷ്യൻ ശരീരത്തിന് അതിമഹത്തായ ഒരു കലയാണ് ഈ കളരിപ്പയറ്റ്. മനുഷ്യജന്മമുണ്ടെങ്കിൽ അത് കളരിപ്പയറ്റ് കുറച്ച് പഠിച്ചിരിക്കണം. അത്രയും വിശിഷ്ടമായ പല അനുഭവങ്ങളും കളരിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ശരീരത്തിന് ഇത്രമാത്രം ഗുണം ചെയ്യുന്ന ഒരു കല മറ്റൊന്നിലില്ല. മാത്രവുമല്ല, സകല കലകളിലും ഈ കളരിപ്പയറ്റിൻ്റെ ഒരു അംശം അടങ്ങിയിട്ടുണ്ട്. ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച കരാട്ടെ കുങ്ഫു എന്ന കല പോലും ഈ കളരിപ്പയറ്റിൽ നിന്നാണ് ഉത്ഭവം. കളരിപ്പയറ്റിൽ നിന്നാണ് ബോധിധർമ്മ അത് ചൈനയിലേക്കും അവിടുന്ന് ജപ്പാനിലേക്കെല്ലാം പോയി ഇന്ന് കാണുന്ന ഈ കരാട്ടെ കുങ്ഫു, ഐക്കിഡോ, കുബിഡോ എന്നിങ്ങനെയുള്ള പല കലകളും ഉത്ഭവിച്ചത്. അപ്പോൾ കളരിപ്പയറ്റ് കൊണ്ട് പഠിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരാൾ വിചാരിക്കും
കളരിപ്പയറ്റെന്ന് കേൾക്കുമ്പോൾ ഈ വെടി കൊണ്ടുള്ള അടി, കത്തിക്കുത്ത്, വാൾപ്പയറ്റ് ഇതൊക്കെയാണ് പഠിക്കുന്നതെന്നാണ്. അതല്ല, അതിൻ്റെ ഉള്ളിൽ പ്രധാനമായ ഒരു ശരീരശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. ഈ ആയോധന മുറകൾ പഠിക്കണമെങ്കിൽ ശരീരത്തിന് നല്ല അഭ്യാസ കഴിവ് വേണം. ഈ അഭ്യാസ കഴിവ് ലഭിക്കണമെങ്കിൽ കളരിപ്പയറ്റിൽ ഉൾക്കൊള്ളുന്ന, അതായത് കളരിപ്പയറ്റിലെ മെയ്ത്താരി എന്ന് പറയുന്ന മെയ്പ്പയറ്റ് വിഭാഗം പഠിച്ച് ശരീരം നല്ല ആരോഗ്യമുള്ളതും ഒരു രോഗവും വരാത്ത തരത്തിലുള്ള രോഗപ്രതിരോധ ശക്തിയുള്ള കായിക ശേഷിയുള്ള നല്ല ഒരു ശരീരം ആദ്യം വാർത്തെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് ആയുധം കൊണ്ടുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആയുധം കൊണ്ടുള്ള അഭ്യാസം ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ആരോഗ്യമുള്ള ശരീരം വാർത്തെടുക്കാൻ വേണ്ടിയെങ്കിലും ഈ കളരിപ്പയറ്റ് എല്ലാ ആളും, കേരളത്തിലെ അല്ല ലോകത്തിലെ സകല ജനങ്ങളും അല്പമെങ്കിലും കളരിപ്പയറ്റ് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, ഈ കളരിപ്പയറ്റിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഉഴിച്ചൽ. ഉഴിച്ചൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ സകല രോഗങ്ങളും ഉത്ഭവിക്കുന്ന ഏത് രോഗമുണ്ടെങ്കിലും പുറത്ത് ചാടും ഈ ഉഴിച്ചലിൻ്റെ സമയത്ത്. പിന്നെ ശരീരത്തിന് ഒരു പുതുജീവൻ ലഭിക്കുമെന്നാണ് ഇതിൻ്റെ ഋഷീശ്വരന്മാർ പറയുന്നത്. അതുകൊണ്ട് ഒഴിച്ചലും പിന്നെ ചികിത്സാവിധികൾ, അങ്ങനെ ഒരുപാട് കലകൾ, വെറുംകൈ പ്രയോഗങ്ങൾ, എതിരാളികൾ ഏത് തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടുവന്നാലും ആയുധമില്ലാതെയും നേരിടുമ്പോൾ അതിനെ വെറും കൈ കൊണ്ട് നേരിടാൻ കഴിവുള്ള വെറുംകൈ പ്രയോഗം അതിവിശിഷ്ടമായ ഒരു അഭ്യാസ മുറയാണ്. അപ്പോൾ ഈ കളരിയിൽ ചെറിയ കുട്ടികളുടെ 7 വയസ്സിന് ശേഷം 8 വയസ്സ് മുതൽ പരിശീലനം ആരംഭിക്കാം. എത്ര വയസ്സായാലും പരിശീലനം ചെയ്യാം. കൂടുതൽ പ്രായമുള്ളതാകുമ്പോൾ ഒരു അഭ്യാസത്തിന് വേണ്ടിയല്ല, ഒരു ശരീര ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നു. ഇപ്പോൾ ഈ കളരിയിൽ 67 വയസ്സുള്ള ലൂയിസ് എന്ന ഒരു കാനഡക്കാരൻ പഠിക്കുന്നുണ്ട്. അദ്ദേഹം പോലും വളരെ നിഷ്പ്രയാസം ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 67 വയസ്സായിട്ട് പോലും പ്രായം ഒരു പ്രശ്നമില്ല. പക്ഷേ ചെറുപ്പത്തിലേ പഠിച്ചാൽ വളരെ നല്ലൊരു ആരോഗ്യമുള്ള ശരീരം വാർത്തെടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കും, ഏത് കല പഠിക്കുന്ന ആൾക്കും, ഏത് തരം സ്പോർട്സിൽ ഏർപ്പെട്ട ആളുകൾക്കും കളരിപ്പയറ്റ് ആദ്യം പഠിക്കണം. അത് നിർബന്ധമാണ്. കളരിപ്പയറ്റ് പഠിച്ച ഒരാൾ മറ്റുള്ളവരെക്കാൾ എന്ത് കാര്യത്തിലും ഒരു ചുവട് മുൻപന്തിയിലായിരിക്കും എന്നുള്ള കാര്യം പകൽ വെളിച്ചം പോലെ സത്യമാണ്. വേറൊന്ന് പറയാനുള്ളത്, പിന്നെ ഈ കളരിപ്പയറ്റ് ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല, ഇത് തുടർന്ന് അടുത്ത വേനൽക്കാലം ആരംഭിക്കുന്നത് വരെ 3 മാസം വീതം 3 മാസത്തെ ഒരു കോഴ്സായിട്ടാണ് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത്. ഈ 9 മാസം കളരി ഉണ്ടാവും. ഉഷ്ണകാലത്ത് കുറച്ച് സമയം നിർത്തിക്കളയും. കളരിപ്പയറ്റ് പഠിക്കാൻ ഇന്ന് വേണ്ടത്ര കുട്ടികൾ കളരിയിലേക്ക് വരുന്നില്ല. അതിന് പ്രധാനമായ ഒരു കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ നിലവാരമാണ്. സകല വിദ്യാർത്ഥികൾക്കും കാലത്ത് ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ. കളരിയിൽ വരുന്ന സമയമില്ല. പിന്നെ ചെറുപ്പക്കാരാണെങ്കിൽ കളരിപ്പയറ്റ് അല്പം വിഷമം പിടിച്ച ഒരു കലയാണെന്ന് ധരിച്ചിട്ടാണ് വരാത്തത്. കാരണം ഈ അടിവസ്ത്രം മാത്രം ധരിച്ച് എണ്ണയിട്ട് പയറ്റിയൊന്നും ചെറുപ്പക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് കൂടുതൽ ചെറുപ്പക്കാർ ഇതിലേക്ക് ആകർഷിക്കണം. ഇപ്പോൾ എന്തോന്നറിയില്ല, കുറച്ച് കാലമായിട്ട് കളരിയിൽ ഇഷ്ടംമാതിരി കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ കളരിയിൽ സ്ഥിരമായി നിൽക്കുന്നില്ല. സ്ഥിരമായി നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ആനുകൂല്യം ഇതുവരെ കളരിക്ക് കിട്ടാറില്ല. കളരിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ കളരിപ്പയറ്റിന് ഒരു കളരി കെട്ടണമെങ്കിൽ വലിയ വൻതുക ചെലവഴിച്ചിട്ടാണ് ഒരു കളരി നിർമ്മിക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോത്സാഹനം ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒരു കളരി നിർമ്മിക്കുന്ന പണം ഒരു 3 വർഷം നടത്തിയാൽ ആ കടം വീടാൻ സാധിക്കില്ല. അപ്പം ഗവൺമെൻറ്റിൽ നിന്നോ എന്തെങ്കിലും നല്ല ഒരു സംഭാവന ഒരു കളരിക്ക് വേണ്ടി കിട്ടണം. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, ഈ കളരിപ്പയറ്റ് പഠിച്ചാൽ പെട്ടെന്ന് അടിക്കാനും കുത്താനും കഴിയില്ല. അത് കുറച്ച് മെയ്യർക്ക് പഠിച്ച് അങ്ങനെ ആയുധാഭ്യാസം പഠിച്ച് ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഗുരുകുല വിദ്യയായിട്ടാണ് ഇത് പഠിച്ചു പോകുന്നത്. വളരെ നല്ല അച്ചടക്കമുള്ള കുട്ടികളായിട്ട് വളരാൻ സാധിക്കും. രണ്ടാമത്, ഈ കളരിപ്പയറ്റിൽ നിന്നാണ് മറ്റു കലകൾ ഉത്ഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കളരിപ്പയറ്റിൽ നിന്ന് ഉത്ഭവിച്ച കുങ്ഫു എന്ന കല ചൈനയിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് സ്കൂൾ തലത്തിൽ പരിശീലനം ആരംഭിച്ചു. വളരെ വർഷങ്ങളായി. നമ്മളെ ഗവൺമെൻറ് ഇന്നും ഇതൊരു സിലബസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. നമ്മളെ ജില്ലാ അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. നമ്മൾ പല പ്രാവശ്യം സംസ്ഥാന കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് സ്കൂൾ തലത്തിൽ ഒരു സിലബസായിട്ട് അംഗീകരിക്കണമെന്ന്. ഇതുവരെ അംഗീകരിച്ച് കാണുന്നത് എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇതിൽ പ്രത്യേകം പറഞ്ഞു. Good morning. I am Subish KK, the son of the Chief Instructor of MKG Kalari Sangam, Sri K. Vishwanathan Gurikar. I want to introduce about the art Kalaripayattu, which is a rich heritage of Kerala, and I want to offer some introduction to the world about this art. So Kalaripayattu is a very ancient and traditional martial art of Kerala, as you all know. All other martial arts have been developed from this art, like karate, kung fu, aikido. Whatever art is existing in the world right now has been evolved from this art. So all these arts has get a lot of recognition from the government, from the side of government.
But still now Kalaripayattu has been not identified well or recognized well by the government of India. I don't know why it is like that. So, in the case of the country like China, Japan, the martial arts have been studying as an academic regular section of the schools. But still in Kerala or in India itself, our martial art is not being presented as an academic section of any of the schools. They are not recognizing it as a basic of Kerala. It's a tradition of Kerala. It's a rich heritage of Kerala. So, as talking about the benefits of Kalaripayattu, lots I have to speak. See, it's not only for the external affairs, so we are including the internal organs of the body as well. See, Kalaripayattu has many different sections. Northern Kalaripayattu is there, Southern is there, and among Northern, different styles are there. So we are concentrating, as far as MKG Kalari Sangam is concerned, we are concentrating the Tulunadan style, which is considered to be the best in all aspects. So what is special is Tulunadan is that it consists of everything for your body. Not only for the weapon attacks, not only for attacking some other person like that. Including your internal organs as well as your externals. So Kalaripayattu is considered to be the best martial art of the Kerala, but yet not recognized by the world, by the public. So I want to introduce this art. So also I want to talk something about its weapon section, also the pressure point section is there, marmas. This is a section which is not to be taught to the students, but only to the one who are going to mastering this art. So Kalaripayattu can be divided into 4 sections. That is, first one is body exercise section that we call traditionally Meipayattu, and then next is the wood weapon section, the long stick and the short stick as well. And the third section is in the metal weapon section like sword, dagger, something like that. All the weapons made of metal. And the fourth one is bare hand. These are the 4 different sections of Kalaripayattu. So among these sections, we are concentrating on Meipayattu. Because a student who is taught this Meipayattu can easily do any other under sun in this world. For studying, for doing any other art, for his work, for his profession, whatever is it. If he's well trained in Meipayattu, his eye movement, his body movement, everything will be good. So I want to say to the public that I wish more students to come to this Kalari and to understand what Kalaripayattu is. Nowadays, many abroad peoples, foreigners are coming here. Right now, we are having some foreigners from Canada, USA, somewhere like that. So the people from abroad are understanding, recognizing what Kalaripayattu is, but still now our people are not. So I wish more people will come here and will do the Kalaripayattu, enjoy, feel the rhythm. Thank you.